Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ 1 വേരിയബിൾസിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ഫോർ x the quadratic equation x square minus 4x minus 8 equal to 0. Give your answer correct to 3 decimal places. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ICC 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് നമുക്ക് ഇക്വേഷൻ തന്നിരിക്കുന്നത് അല്ലേ. എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, ദെൻ എക്സിന്റെ ടേം ഉണ്ട്, ദെൻ കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആയിട്ട് കമ്പൈൻ ചെയ്ത് A എന്താണ്, B എന്താണ്, C എന്താണെന്ന് എടുത്തെഴുതുക. ഇവിടെ A എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, 1 ആണ് അല്ലെ, പോസിറ്റീവ് 1 ആണ്. അപ്പൊ എയുടെ വാല്യൂ 1. ദെൻ ബി എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. സോ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് സൈനും കൂടി ചേർത്ത് വേണം നിങ്ങൾ ബിയുടെ വാല്യൂ എടുക്കാനായിട്ട്. സോ -4 ആണ് ഇവിടെ ബിയുടെ വാല്യൂ. ദെൻ സിയുടെ വാല്യൂ അതുപോലെ തന്നെ നോക്കുക, കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് നെഗറ്റീവ് നമ്പർ ആണ്, ദാറ്റ് ഈസ് -8. അപ്പോൾ എയും ബിയും സിയും നിങ്ങൾ തെറ്റിക്കാതെ തന്നെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല അറിയാലോ, എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ ഈ ഫോർമുലയിലോട്ടാണ് നമ്മുടെ എയും ബിയും സിയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫോർമുല എന്താണ്, x is equal to -b plus or minus root of b square minus 4ac by 2a. ഇനി നോക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഫോർമുലയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ദെൻ ബിയുടെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം -4 ആണ് അല്ലേ. സോ ഒരു ഓപ്പൺ ബ്രാക്കറ്റിൽ വേണം ആ നെഗറ്റീവ് ഇൻറ്റിജർ എഴുതാനായിട്ട്. ദെൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -4 ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac ആണ്. അപ്പോൾ 4 എഴുതി, എയുടെ വാല്യൂ 1 ആണ്, അത് ബ്രാക്കറ്റിൽ കൊടുത്തു. ദെൻ സിയുടെ വാല്യൂ നെഗറ്റീവ് നമ്പർ ആണ്, അതുകൊണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുത്തു. ഡിവൈഡഡ് ബൈ 2 × 1. a 1 ആണല്ലോ, അതുകൊണ്ട് 2 × 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നെഗറ്റീവും കൂടി നിങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും, നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആവും അല്ലേ. സോ 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16. ദെൻ ഇവിടെ നോക്കിക്കേ, 2 നെഗറ്റീവ് സൈൻ ഉണ്ട്, ഇത് വിട്ടു പോകുന്നതാണ് പലർക്കും. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. 2 ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ദെൻ ഇവിടെ സിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും, നടുക്ക് പ്ലസ് ആകും. ഓക്കെ അല്ലേ. ദെൻ 4 × 1 × 8ന്റെ ആൻസർ അങ്ങ് എഴുതുക. 4 × 1 4 തന്നെ, 4 × 8 ചെയ്യുമ്പോൾ 32 ഡിവൈഡഡ് ബൈ 2 × 1 2. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വാല്യൂ എഴുതാം. 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 പ്ലസ് 32 ചെയ്യുമ്പോൾ 48 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് റൂട്ട് 48 നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ റൂട്ട് 48ന് നമുക്ക് എങ്ങനെ എഴുതാം, 48 തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. അപ്പോൾ 49 ന്ന് 48 കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 49 - 1 ചെയ്താൽ മതി ഇല്ലേ. അപ്പോൾ 49 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആയിരുന്നു, 7 സ്ക്വയർ അല്ലേ 49 ആണോ, 7 സ്ക്വയർ ആണ് 49 അല്ലേ. അപ്പോൾ 7 അങ്ങ് എടുക്കുക. ദെൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ എടുക്കുക. ദെൻ ഇവിടെ ഏത് ഡിജിറ്റ് ആണോ ആ നമ്പർ ഇട്ട് കൊടുക്കുക. ദെൻ എന്താണ്, ഈ 1ന്റെ താഴെ വരുന്നത് ഈ 7ന്റെ ഡബിൾ ആയിരിക്കണം. 7ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ഏതാ, 14 അല്ലെ. 7 × 2 14 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരിക. സോ 7 - 1/14 ചെയ്താൽ റൂട്ട് 48 കിട്ടും. സോ 7 - 1/14 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 അകത്ത് 14 പുറത്തായിട്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.071 ആയിരിക്കും കിട്ടുക കേട്ടോ, ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി ഡിഫറൻസ് എടുക്കുക, 7 - 0.071. 7 മൈനസ് എന്ന് പറയുമ്പോൾ 7 പോയിന്റ് ഇട്ടിട്ട് 3 ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ, 1 2 3. അപ്പോൾ 3 0 ഇട്ട് കൊടുത്തിട്ട് വേണം മൈനസ് ചെയ്യാനായിട്ട്. ദെൻ താഴെ 0.071. അപ്പോൾ ബോറോയിങ് ഒക്കെ ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 6.929 ആയിരിക്കും കിട്ടുക. സോ ആൻസർ 6.929 ആണ്, റൂട്ട് 48 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ 4 പ്ലസ് ഓർ മൈനസ്
6.929 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എക്സിന് രണ്ട് സൊല്യൂഷൻസ് ആണ് അല്ലെ. ഒന്ന് പ്ലസ്, നടുക്ക് പ്ലസ് ഇട്ട് എഴുതുക, പിന്നെ മൈനസ് ഇട്ട് എഴുതുക. അപ്പൊ രണ്ടും കൂടി നമുക്ക് അടുത്ത പേജിൽ ചെയ്ത് നോക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം പ്ലസ് ഇട്ട് ചെയ്യാം. അപ്പൊ 4 പ്ലസ് 6.929 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യാനാ പറഞ്ഞത്. 4ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 10 വരും. 10.929 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. സോ ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.4645 ആണ് കിട്ടുന്നത്. ഇവിടെ 3 പ്ലേസ് അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 4 പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 മതി. അപ്പൊ മൂന്നാമത്തെ പ്ലേസ് അണ്ടർലൈൻ ചെയ്യുക, നാലാമത്തെ പ്ലേസ് ചെക്ക് ചെയ്യുക. അപ്പൊ 5ഓ 5നേക്കാട്ടി വലുതോ ആണ് ഡിജിറ്റ് എങ്കിൽ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത ഡിജിറ്റിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. അതാണ് റൂള്. ഓക്കെ. അപ്പൊ ഇവിടെ 5 കിട്ടിയത് കൊണ്ട് നമ്മൾ ഈ 4ന് പകരം 4+1 വേണം അവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ 5.4ഉം 6ഉം അതുപോലെ എഴുതുക. ഈ അണ്ടർലൈൻ ചെയ്ത ഡിജിറ്റ് 4 എന്നുള്ളത് മാറി 5 ആകും. ഓക്കെ അല്ലേ. ഇനി ഇതേപോലെ ഇനി നമുക്ക് അടുത്ത വാല്യൂം ചെയ്യണം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 6.929 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതീന്ന് വലുതാണ് ഇവിടെ കുറയ്ക്കാൻ പറഞ്ഞേക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് സൈന് ഇട്ട് കൊടുക്കാൻ വിട്ടുപോകരുത്. 4 മൈനസ് 6 പോയിന്റ് ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് വരും. ഇനി ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 6.929 ആദ്യം എഴുതുക, ദെൻ 4 പോയിന്റ് ബാക്കിയുള്ള ഡെസിമൽ പ്ലേസ് സീറോസ് കൊടുക്കുക. സോ ആൻസർ 2.929 ആയിരിക്കും കിട്ടുക. ഡിവൈഡഡ് ബൈ 2 ചെയ്യണ്ടേ. 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരിക നെഗറ്റീവ് 1.4645. ഇതേപോലെ തന്നെ 3 പ്ലേസ് ആണ് നമുക്ക് ആവശ്യം. മൂന്നാമത്തെ പ്ലേസ് അണ്ടർലൈൻ ചെയ്യുക, നാലാമത്തെ പ്ലേസ് ചെക്ക് ചെയ്യുക. അപ്പൊ 5 ആയതുകൊണ്ട് എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മൈനസ് 1.465 ആയിരിക്കും വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പൊ എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. ഒന്ന് 5.465ഉം മറ്റൊന്ന് -1.465. അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്കിത്? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.